ഹായ് ഫ്രണ്ട്സ്, ലുബ്നാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നുറുക്ക് ഗോതമ്പം വെച്ച് നമ്മൾ പായസവും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാറില്ല. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതെനിക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയതാണ്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർക്കാൻ വെക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ മാറ്റിക്കളഞ്ഞ് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചോറ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല നൈസായിട്ടൊന്ന് അരച്ചെടുക്കാം. നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. അടച്ചു വെച്ച് നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് രാത്രിയാണ് ചെയ്തെടുക്കുന്നത്. ഇനി നേരം വെളുത്തിട്ട് ചുട്ടെടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചുട്ടെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഹോൾസ് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മുകളിലുള്ള കളർ മുഴുവനായിട്ട് മാറി വന്നാൽ ഇത് വേവായിട്ടുണ്ട് എന്നാണ്. അപ്പം അത് വേവായിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാനിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. ഈ ഒരളവിൽ എനിക്ക് 9 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. നുറുക്ക് ഗോതമ്പ് വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.